ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ നെക്സ്റ്റ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, സെമസ്റ്റർ 3. അപ്പോൾ ഈ സെമസ്റ്ററിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് തിയറി പേപ്പർ തന്നെയാണ്. അപ്പോൾ ഓൾറെഡി എല്ലാവരും ടെക്സ്റ്റ് മേടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങൾ ടെക്സ്റ്റുകൾ വാങ്ങുക. കാരണം ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകണമെങ്കിൽ നിങ്ങളുടെ കയ്യിലും ടെക്സ്റ്റ് ആവശ്യമാണ്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ ഓരോ പേജിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക എന്നുള്ളത് നമുക്ക് പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് നിങ്ങളും ടെക്സ്റ്റ് മേടിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ തേർഡ് സെം ക്ലാസ്സസ് യൂട്യൂബ് വഴി തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാവരും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ സെമസ്റ്റർ പഠിച്ചേക്കുന്ന പോലെ തന്നെ ഈ സെമസ്റ്ററിൽ നിങ്ങൾ അറ്റ്മോസ്റ്റ് കെയർ കൊടുത്ത് വേണം നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. കാരണം ഈ ഒരു എടുത്തു പോകുന്ന പോർഷൻസിന് ഇപ്പോൾ അഥവാ ക്ലാസ് സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും നിങ്ങൾക്ക് ഒരു തവണയും കൂടി എടുത്ത് തരുന്നതായിരിക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ തവണയും അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസ് നിങ്ങൾ ഫോളോ ചെയ്യുകയും പഠിച്ചു പോവുകയും തന്നെ ചെയ്യണം. അപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് എ കസ്റ്റമർ സെൻറ്റേഡ് അപ്രോച്ച് വിച്ച് എയിംസ് അറ്റ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദർ വാണ്ട്സ് ത്രൂ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാല്യുബിൾ പ്രോഡക്റ്റ് ആൻഡ് സർവീസ്. അപ്പോൾ ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നീഡ്സിനനുസരിച്ച് ഉള്ള പ്രോഡക്റ്റ്സ് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം മാർക്കറ്റിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് 4 എലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക, അതിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക, അതുപോലെ ഏതൊക്കെ ചാനൽ വഴി ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു, ലാസ്റ്റ് ഇതിന് ആപ്റ്റായിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. ഇത്രയും കാര്യങ്ങളിലൂടെയാണ്, ഇത്ര എലമെൻറ്റിലൂടെയാണ് ഓരോ മാർക്കറ്റിംഗ് പ്രോസസ്സും കടന്നു പോകുന്നത്. പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോഡക്റ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഡക്റ്റ് ആൻഡ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ. അപ്പോൾ ഇതിനകത്ത് 3 ഡെഫിനേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ ഡെഫിനേഷനാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കൂടുതൽ എളുപ്പമായിട്ടുള്ളൊരു ഡെഫിനേഷൻ. അതുപോലെ തന്നെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞേക്കുന്നത് ഫിലിപ്പ് കോട്ട്ലറിൻ്റെ ഡെഫിനേഷനാണ്. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ നിങ്ങൾ പോകണം. കാരണം ഇത് കേട്ട് മനസ്സിലാക്കി പോയാൽ മാത്രം പോരാ. നമുക്കിനിയിപ്പം അതായത് നമ്മൾ ബിസിനസ് സ്റ്റഡീസ് പഠിച്ചപ്പോൾ ബിസിനസ്സിൻ്റെ ഒരു ഡെഫിനേഷൻ എപ്പം നമ്മൾ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് ആദ്യം ഒരു ഡെഫിനേഷൻ എഴുതി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മാർക്ക് മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ വരുമ്പോൾ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ ഒരു ഡെഫിനേഷൻ എഴുതി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഫിലിപ്പ് കോട്ട്ലറിൻ്റെയാണ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് ഈസ് എ സൊസൈറ്റൽ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഒബ്റ്റെയിൻ വാട്ട് ദേ നീഡ് ആൻഡ് വാണ്ട് ത്രൂ ക്രിയേറ്റിംഗ് ആൻഡ് എക്സ്ചേഞ്ചിങ് പ്രോഡക്റ്റ് ആൻഡ് വാല്യൂ വിത്ത് അതേഴ്സ്. ഇപ്പോൾ ഇവിടെ ഫിലിപ്പ് കോട്ട്ലർ പറഞ്ഞിരിക്കുന്ന മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു സൊസൈറ്റൽ പ്രോസസ്സാണ്. അവിടെ എന്താണ് ശരിക്കും നടക്കുന്നത്? ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ള കാര്യം അവർ വാങ്ങുകയും അതുപോലെ അതിനനുസരിച്ചുള്ള വാല്യൂ കൊടുക്കുകയും ചെയ്യുന്നു. അതായത് നമ്മൾ ഒരു വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി പേയ്മെൻറ്റ്, ഒരു മണി പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുന്ന ആ ഒരു പ്രോസസ്സിനാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു സൊസൈറ്റൽ പ്രോസസ്സ്. അപ്പോൾ ഒന്നുകൂടി നോക്കിക്കോ. മാർക്കറ്റിംഗ് ഈസ് എ സൊസൈറ്റൽ പ്രോസസ് ബൈ വിച്ച് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് ഒബ്റ്റെയിൻ വാട്ട് ദേ നീഡ് ആൻഡ് വാണ്ട് ത്രൂ ക്രിയേറ്റിംഗ് ആൻഡ് എക്സ്ചേഞ്ചിങ് പ്രോഡക്റ്റ് ആൻഡ് വാല്യൂ വിത്ത് അതേഴ്സ്. ഇനി നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് എന്തൊക്കെയാണ് മാർക്കറ്റിങ്ങിൻ്റെ ഫീച്ചേഴ്സ്. ഫസ്റ്റ് വൺ, മാർക്കറ്റിംഗ് ഈസ് ആൻ ഓർഗനൈസേഷണൽ ഫംഗ്ഷൻ ഓഫ് ക്രിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഡെലിവറിങ് വാല്യൂ ടു ദ കസ്റ്റമേഴ്സ്. അപ്പം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതുപോലെ അത് അവരിലോട്ട് എത്തിച്ചേരുന്നു വാല്യൂവിന്. ആ വാല്യൂബിളായിട്ടുള്ള പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരിലോട്ട് എത്തിക്കുന്ന ഒരു ഓർഗനൈസേഷണൽ ഫംഗ്ഷനാണ് മാർക്കറ്റിംഗ് എന്നാണ് ഒന്നാമത്തെ ഫീച്ചറായിട്ട് പറഞ്ഞേക്കുന്നത്. രണ്ടാമതായി ഒരു ഡെഫിനേഷൻ തന്നെ വീണ്ടും ഒന്ന് എടുത്ത് പറഞ്ഞേക്കുന്നുള്ളൂ. ഇറ്റ് ഈസ് എ സൊസൈറ്റി പ്രോസസ് ബൈ വിച്ച് പീപ്പിൾ ഒബ്റ്റെയിൻ വാട്ട് ദേ വാണ്ട് ത്രൂ ക്രിയേറ്റിംഗ് ആൻഡ് എക്സ്ചേഞ്ചിങ് പ്രോഡക്റ്റ് ആൻഡ് വാല്യൂ വിത്ത് അതേഴ്സ്. നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതിന് നമ്മൾ വാങ്ങുകയോ വിൽക്കുകയോ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നതെന്നാണ് രണ്ടാമത്തെ ഫീച്ചേഴ്സ് പറഞ്ഞേക്കുന്നത്. തേർഡ് വൺ, ഇറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് പ്രോസസ് വിച്ച് ഐഡൻറ്റിഫൈസ് ആൻഡ് ആൻറ്റിസിപ്പേറ്റ് കസ്റ്റമർ നീഡ്സ് സോ ആസ് ടു ജനറേറ്റ് പ്രോഫിറ്റ് ബൈ സാറ്റിസ്ഫൈങ് ദം. അപ്പോൾ മൂന്നാമത് പറഞ്ഞേക്കുന്നത് ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സാണ് പറഞ്ഞേക്കുന്നത്. ഈ മാനേജ്മെൻറ്റ് പ്രോസസ്സിൽ എന്താണ് കസ്റ്റമേഴ്സിൻ്റെ നീഡ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ആവശ്യമെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതനുസരിച്ച് അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വഴി പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്നു.
അതായത് ഒരു കസ്റ്റമറിൻ്റെ നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിനനുസൃതമായിട്ടൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് അവരിലോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് അതുവഴി പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു മാനേജിൻ്റെ പ്രോസസ്സാണ് മാർക്കറ്റിംഗ് എന്നാണ് മൂന്നാമത്തെ ഫീച്ചർ പറഞ്ഞിരിക്കുന്നത്. ഇനി ഫോർത്ത് വൺ, ഇറ്റ് ഈസ് എ കൊമേഴ്സ്യൽ ഫങ്ഷൻ ഓഫ് ട്രാൻസ്ഫറിങ് ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു കൺസ്യൂമേഴ്സ്. അതായത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തുനിന്ന് കസ്റ്റമേഴ്സിലോട്ട് ഈ വസ്തുക്കൾ അല്ലെങ്കിൽ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കൊമേഴ്സ്യൽ ഫങ്ഷനും കൂടിയാണ് മാർക്കറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊഡ്യൂസേഴ്സിനെ കൺസ്യൂമേഴ്സിലോട്ട് പ്രോഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഇനി ഫിഫ്ത്ത് വൺ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മാനുഫാക്ചറിങ് ദ റൈറ്റ് പ്രോഡക്റ്റ് ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം ആൻഡ് അറ്റ് ദ റൈറ്റ് പ്രൈസ്. കറക്റ്റായിട്ടുള്ള തുകയിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള പ്രൈസിൽ കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്ലേസിൽ അവർക്ക് ആവശ്യമുള്ള കറക്റ്റ് പ്രോഡക്റ്റ് എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞേക്കുന്നതാണ് നെക്സ്റ്റ് ഫീച്ചറായിട്ട് പറഞ്ഞേക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ജനറേറ്റ് പ്ലേസ് ആൻഡ് ടൈം യൂട്ടിലിറ്റീസ് വിച്ച് ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ് സർവീസ്. പ്ലേസ് ആൻഡ് ടൈം യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ അദ്ദേഹത്തെ എവിടെയാണോ ഉള്ളത് അവിടെ അദ്ദേഹത്തിന് ആവശ്യമുള്ള ടൈമിൽ പ്രോഡക്റ്റ് എത്തിക്കുന്നതാണ് ടൈം യൂട്ടിലിറ്റി അല്ലെങ്കിൽ പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്രൈസിൽ കറക്റ്റ് പ്ലേസിൽ കറക്റ്റ് പ്രോഡക്റ്റ് എത്തിക്കുന്നതാണ് മാർക്കറ്റിംഗ്. ഇനി ലാസ്റ്റ് ഫീച്ചറായിട്ട് പറഞ്ഞേക്കുന്നത്, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് യൂട്ടിലൈസിങ് ദ റിസോഴ്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു മീറ്റ് ദ ചേഞ്ചിങ് നീഡ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ്. അപ്പോൾ ലാസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്. അത് നമുക്കറിയാം എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും, കൺസിസ്റ്റൻ്റ് ആയിരിക്കില്ല, എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന നീഡ്സ് ആയിരിക്കും. അപ്പോൾ ഇവരുടെ ചേഞ്ചിങ് നീഡ്സിനനുസരിച്ച് ഓരോ ടൈമിലും കറക്റ്റായിട്ട് പ്രോഡക്റ്റ് ബിസിനസ്സിലുള്ള റിസോഴ്സസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കസ്റ്റമേഴ്സിൻ്റെ ചേഞ്ചിങ് നീഡ്സിനനുസരിച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതും ഒരു ഫീച്ചറാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ് മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഫസ്റ്റ്, ടു ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് മാർക്കറ്റ്. ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതുതരം കസ്റ്റമറിനെയാണോ എയിം ചെയ്യുന്നത് അതിനെയാണ് ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ചിലപ്പം നമ്മുടെ പ്രോഡക്റ്റ് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ളതായിരിക്കാം, ചിലപ്പം യൂത്തിന് വേണ്ടിയുള്ളതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഓൾഡ് ജനറേഷന് വേണ്ടിയുള്ളതായിരിക്കും. അപ്പോൾ നമ്മൾ ആർക്കാണോ മാർക്കറ്റ് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണോ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് അതിനെയാണ് ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ടാർഗറ്റ് മാർക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് വൺ, ടു ഐഡൻറ്റിഫൈ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് ടാർഗറ്റ് മാർക്കറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് ആരാന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നു. രണ്ടാമത് അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇനി മൂന്നാമത്തേത്, ടു ഡെവലപ്പ് പ്രോഡക്റ്റ് സഫിഷ്യൻറ്റ് ഇനഫ് ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ദി ടാർഗറ്റ് മാർക്കറ്റ്. അപ്പം രണ്ടാമത് നമ്മൾ അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നു, അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. നാലാമത്തെ ഒബ്ജക്റ്റീവ്, ടു ഡിറ്റർമിൻ ദ പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ് ഓൺ ദ ബേസ് ഓഫ് മാനുഫാക്ചറിങ് കോസ്റ്റ്, കോമ്പറ്റീഷൻ, മാർക്കറ്റ് കണ്ടീഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. അപ്പോൾ നാലാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രൈസ് തീരുമാനിക്കുക. അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എത്രയാണെന്ന് തീരുമാനിക്കുക. കോസ്റ്റ് എത്രയാണെന്ന് നോക്കി, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ എത്രമാത്രമാണെന്ന് നോക്കി, പ്രസൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻ, അതുപോലെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, ഇത്രയും കാര്യങ്ങളുടെ ബേസിസിൽ എത്രയാണ് നമ്മുടെ പ്രോഡക്റ്റിന് ഇടാനുള്ള പ്രൈസ് കണ്ടെത്തുക എന്നുള്ളതാണ് നാലാമത്തെ മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ, ടു ഡെലിവർ ഓർ ഡിസ്ട്രിബ്യൂട്ട് ദ പ്രോഡക്റ്റ് ടു ദ കസ്റ്റമേഴ്സ്. അപ്പം അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രൈസ് ഡിസൈഡ് ചെയ്തു, അതായത് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് പ്രൈസ് ഡിറ്റർമിൻ ചെയ്തു. അടുത്തായിട്ട് പറയുന്നത് നമ്മൾ ഈ ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റിനെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് ഡെലിവർ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ്. സിക്സ്ത് വൺ, ടു ഫോളോ ആഡിക്കേറ്റ് പ്രൊമോഷൻ ഓർ അഡ്വർടൈസ്മെൻറ്റ് ടെക്നിക്സ് ഫോർ ദ പർപ്പസ് ഓഫ് ഇൻഫോമിംഗ് ഓർ ഇൻഫ്ലുവൻസിങ് ദ പർച്ചേസിംഗ് ഡിസിഷൻ ഓഫ് ദി കസ്റ്റമേഴ്സ്. നെക്സ്റ്റ് പറയുന്നത്, നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ഇനി ഈ പ്രോഡക്റ്റിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് കസ്റ്റമേഴ്സിന് അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അഡ്വർടൈസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസ് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആറാമത്തെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവ്. സെവൻത് വൺ, ടു കണ്ടിന്യൂസ്ലി ടേക്ക് ദ എഫേർട്ട് ടു സാറ്റിസ്ഫൈ ദ ചേഞ്ചിങ് നീഡ്സ് ഓഫ് ദി കസ്റ്റമേഴ്സ്. അപ്പം വൺസ് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അത് മാർക്കറ്റിലെത്തി, അതിനുള്ള ആഡിക്കേറ്റ് പ്രൊമോഷൻസ് കൊടുത്തു, അതുകൊണ്ട് മാത്രം ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് തീരുന്നില്ല. ഇവരുടെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് എന്ന് പറയുന്നത് ചേഞ്ചിങ് ആണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവരുടെ ചേഞ്ചിങ് നീഡ്സിനനുസരിച്ച് കണ്ടിന്യൂസ്ലി എഫേർട്ട് എടുക്കുക, അവരുടെ ചേഞ്ചിങ് നീഡ്സിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആക്കാൻ, അല്ലെങ്കിൽ പ്രോഡക്റ്റിൽ ആവശ്യത്തിനുള്ള ചേഞ്ച് വരുത്തി അവരുടെ നീഡ്സിനനുസരിച്ച് ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്.
ആൻഡ് എയ്ത്ത് വൺ ടു യൂസ് എ വെറൈറ്റി ഓഫ് ചാനൽ ടു ഗെയിൻ ന്യൂ കസ്റ്റമേഴ്സ് ആൻഡ് കീപ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. അടുത്തൊരു ഒബ്ജക്റ്റീവ് പറയുന്നത് നമുക്ക് പുതിയ കസ്റ്റമേഴ്സ്, നമ്മുടെ പ്രോഡക്റ്റിന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്, ഓൾറെഡി നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, അവരെ നമ്മൾ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ പുതിയ കസ്റ്റമേഴ്സ് നമ്മൾ പ്രോഡക്റ്റിലോട്ട് കൊണ്ടുവരാനുള്ള വേരിയസ് മെത്തേഡ്സ് നോക്കുക. അതും മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവായിട്ടാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ടു അണ്ടർടേക്ക് റിസർച്ചസ് ഫോർ മോഡിഫൈങ് ദ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ആൻഡ് ഡെവലപ്പിംഗ് ന്യൂ പ്രോഡക്റ്റ്. ലാസ്റ്റ് ഒരു ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നിലവിലുള്ള പ്രോഡക്റ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് പുതിയ പ്രോഡക്റ്റുകൾ ഇറക്കാൻ ആവശ്യമായിട്ടുള്ള റിസർച്ചസ് നടത്തുക എന്നുള്ളതും മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓർത്തിരുന്നാൽ മതി. ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് എന്ന് പറയുന്ന ടാർഗറ്റ് മാർക്കറ്റിനെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ടാർഗറ്റ് മാർക്കറ്റ് ഏതാണെന്ന് സെറ്റ് ചെയ്യുക. രണ്ടാമത് അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താണെന്ന് നോക്കുക. മൂന്നാമത് അവരുടെ നീഡ്സിനനുസരിച്ചുള്ള പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുക. നാലാമത് നമ്മൾ ഡെവലപ്പ് ചെയ്ത പ്രോഡക്റ്റിന് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക. അഞ്ചാമത് പറഞ്ഞേക്കുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്ത ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് എത്താനുള്ള ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡിസൈഡ് ചെയ്യുക. നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യുക. ആൻഡ് ഏഴാമത് പറഞ്ഞേക്കുന്നത് ഈ ചേഞ്ചിങ് നീഡ്സിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ എപ്പോഴും മാർക്കറ്റിൽ ഇറക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെയുള്ളത് പുതിയ കസ്റ്റമേഴ്സിനെ ഗെയിൻ ചെയ്യുക, പുതിയ കസ്റ്റമേഴ്സിനെ നേടിയെടുക്കുന്നതിനൊപ്പം എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ പറഞ്ഞേക്കുന്നത് പുതിയ പ്രോഡക്റ്റും മോഡിഫൈ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ഇറക്കാനായിട്ടുള്ള കണ്ടിന്യൂസ് റിസർച്ച് നടത്തുക. ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞേക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ്. എങ്ങനെയാണ് മാർക്കറ്റിംഗ് ഇവല്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്ത് വന്നേക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതായത് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് വന്നേക്കുന്ന ഒരു ടേം അല്ല ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് പല സ്റ്റെപ്പുകൾ കടന്നിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന പ്രസൻറ്റ് മാർക്കറ്റിംഗ് സ്റ്റേജ് എന്നൊരു സ്റ്റേജിലോട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് 4 സ്റ്റെപ്സാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ ബാർട്ടർ സ്റ്റേജ്, രണ്ടാമത് പ്രൊഡക്ഷൻ സ്റ്റേജ്, തേർഡ് സെയിൽസ് സ്റ്റേജ് ആൻഡ് ഫോർത്ത് മാർക്കറ്റിംഗ് സ്റ്റേജ്. അപ്പം ഇവല്യൂഷൻ ഓഫ് മാർക്കറ്റിങ്ങിന് ഡിഫറെൻറ്റ് സ്റ്റേജ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ബാർട്ടർ സ്റ്റേജ്, സെക്കൻഡ് വൺ ആണ് പ്രൊഡക്ഷൻ സ്റ്റേജ്, തേർഡ് വൺ സെയിൽസ് സ്റ്റേജ് ആൻഡ് ഫോർത്ത് മാർക്കറ്റിംഗ് സ്റ്റേജ്. ഇനി ഇത് ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ബാർട്ടർ സ്റ്റേജ്, ബാർട്ടർ സിസ്റ്റം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ബാർട്ടർ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് സ്റ്റേജ് ഈസ് കൺസിഡർ ആസ് എ ഫസ്റ്റ് ഫേസ് ഇൻ ദ ഇവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ്. ഡ്യൂറിങ് ദിസ് പീരിയഡ് പീപ്പിൾ എക്സ്ചേഞ്ച്ഡ് ഗുഡ്സ് ഫോർ ഗുഡ്സ് വിത്തൗട്ട് യൂസിങ് എനി മീഡിയം ഓഫ് എക്സ്ചേഞ്ച് സച്ച് ആസ് മണി. അതായത് ഈ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള ബാർട്ടർ സ്റ്റേജിൽ സാധനങ്ങൾ തമ്മിൽ കൈമാറ്റം ചെയ്യുന്നു. നമുക്കറിയാവുന്ന കാര്യം തന്നെ, നമുക്ക് അധികമുള്ളൊരു സാധനം കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള മറ്റൊരു സാധനം മേടിക്കുന്നു. അതായത് ഇവിടെ വാല്യൂ ഓഫ് മണി വാല്യൂ എക്സ്ചേഞ്ച് നടക്കുന്നില്ല. ദ ഹിസ്റ്ററി ഓഫ് ബാർട്ടറിങ് ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു 6000 BC. അതായത് 6000 BC മുതലുള്ള ഒരു സിസ്റ്റമാണ് ഈ പറഞ്ഞ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ 1930 ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ അതിന് ശേഷമാണ് ഈ പറഞ്ഞിരിക്കുന്ന ബാർട്ടർ സിസ്റ്റം കൂടുതലായിട്ടും പോപ്പുലർ ആയത്. അപ്പോൾ അവിടെ ആ സമയത്ത് പൈസ ഒരു എന്താ പറയുക, ഒരു ഗ്രേറ്റ് ഡിപ്രഷൻ 1930s ഉണ്ടായിട്ടുള്ള ഗ്രേറ്റ് ഡിപ്രഷൻ വെച്ചാൽ ആൾക്കാർക്ക് പൈസ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പം സാധനങ്ങൾക്ക് വേറെ സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ടാണ് അവർ ഈ ഒരു സിസ്റ്റം കൂടുതലായിട്ട് പോപ്പുലാരിറ്റി കൊടുത്തത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബാർട്ടർ സിസ്റ്റം, എക്സ്ചേഞ്ച് ഗുഡ്സ് ഫോർ ഗുഡ്സ്. സെക്കൻഡ് വൺ പ്രൊഡക്ഷൻ സ്റ്റേജ്. പ്രൊഡക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് മാർക്കറ്റിംഗ് ഡോമിനേറ്റഡ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ക്യാപിറ്റലിസം ടു ദ മിഡ് 1950s. അപ്പോൾ ഞാൻ പറഞ്ഞു ബാർട്ടർ സിസ്റ്റം 1930s ടൈമിലാണ് കൂടുതൽ പോപ്പുലറായെന്ന് പറഞ്ഞു. സെക്കൻഡ് സ്റ്റേജായ പ്രൊഡക്ഷൻ സ്റ്റേജ് വന്നേക്കുന്നത് 1950s. ആ 1950s ആ ഒരു തുടക്കത്തിൽ ക്യാപിറ്റലിസം എന്നൊരു ടൈം വന്നപ്പോഴാണ് പ്രൊഡക്ഷൻ സ്റ്റേജ് വന്നത്. ഇനി ഈ സമയത്ത് നോക്കി, at that time business enterprises were highly concerned with production issues. The salient features of production stage are limited lines of product, pricing on the basis of cost of production and distribution, limited research and low promotion and advertisement strategies. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വന്നപ്പം പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങിയെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് എത്രയാണെന്ന് നോക്കി, ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റായെന്ന് നോക്കി അതിൻ്റെ ബേസ് ചെയ്തായിരുന്നു അതിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്നത്. അതുപോലെ റിസർച്ചിനും അല്ലെങ്കിൽ പ്രൊമോഷൻ ആക്ടിവിറ്റീസിനൊന്നും വലിയ സ്കോപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടാമത്തെ സ്റ്റേജ് വന്നത്, പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കൂടുതലായിട്ടും പ്രൊഡക്ഷൻ ചെയ്ത് അതിനുള്ള പ്രൈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബേസ് ചെയ്ത് വിൽപ്പന നടത്തുക. ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് സെയിൽസ് സ്റ്റേജ്. അപ്പോൾ സെയിൽസ് സ്റ്റേജ് എന്ന് പറയുന്നത് 1950s തൊട്ട് 1970s വരെയാണ്.
അപ്പോൾ പ്രൊഡക്ഷൻ സ്റ്റേജ് 1950 ആരംഭത്തിലാണെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞേക്കുന്ന സെയിൽസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 1970 ആരംഭത്തിൽ തുടങ്ങിയിരിക്കുന്നതാണ് സെയിൽസ് സ്റ്റേജ്. ദിസ് സ്റ്റേജ് സ്റ്റാർട്ടഡ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദി പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ. അതായത് പ്രോഡക്റ്റ് ഓറിയൻറ്റേഷൻ എന്നൊരു ആ ഒരു സ്റ്റേജിന് ശേഷമാണ് ഈ സെയിൽസ് സ്റ്റേജ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് വന്നത് നോക്കിയിട്ട്, ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ ദ ആക്സിലറേറ്റർ ഡിമാൻഡ് ഫോർ കൺസ്യൂമർ പ്രോഡക്റ്റ് ലീഡ് ടു ദ development of this stage. Advertisement and other sales promotion techniques were widely followed during this period. Packaging and labeling were used for promotion purpose more than protection purposes. Pricing was based on comparison with the price of the competitors. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വന്നപ്പം സെയിൽസിന് കൂടുതൽ, അത് രണ്ടാം സ്റ്റേജിൽ പ്രൊഡക്ഷൻ ആയിരുന്നു കൂടുതൽ, ഒരുപാട് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലായിരുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോൾ സെയിൽസിന് കൂടുതൽ മുൻഗണന കൊടുത്തു. അതായത് അഡ്വർടൈസ്മെൻറ്റും അതുപോലെ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സും ഒരുപാട് യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ അതിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്ന, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്ന പറഞ്ഞ് കോമ്പറ്റീറ്റേഴ്സ് സിമിലർ പ്രോഡക്റ്റിന് എത്രത്തോളം പ്രൈസ് ഇടുന്നുണ്ടെന്ന് നോക്കിയാണ് ഈ സെക്കൻഡ് സ്റ്റേജ് സെയിൽസ് സ്റ്റേജിൽ പ്രൈസ് നിശ്ചയിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ പാക്കേജിങ് ലേബലിംഗ് ഒക്കെ കൂടുതൽ പോപ്പുലറായി വന്നത് ഈ ഒരു സെയിൽസ് സ്റ്റേജിലാണ്. കാരണം കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പാക്കേജിങ് ലേബലിംഗ് ഒക്കെ അവർ അട്രാക്ഷൻ ആക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സ്റ്റേജ് വന്നേക്കുന്നത്. ഇനി ഇപ്പോൾ കാണുന്ന മാർക്കറ്റിംഗ് സ്റ്റേജ്. മാർക്കറ്റിംഗ് ഓറിയൻറ്റേഷൻ റീപ്ലേസ് ദ പ്രീവിയസ് സെയിൽസ് ഓറിയൻറ്റേഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ ഓഫ് മാർക്കറ്റിംഗ്. അപ്പം മാർക്കറ്റിംഗ് സ്റ്റേജിലെ മാർക്കറ്റ് ഓറിയൻറ്റേഷൻ എന്നൊരു സ്റ്റേജ് വന്നപ്പം പ്രൊഡക്ഷൻ സ്റ്റേജ് സെയിൽസ് സ്റ്റേജും കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ് ആയി. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ മോഡേൺ സ്റ്റേജ് ഓർ ഓറിയൻറ്റേഷൻ ഓഫ് മാർക്കറ്റിംഗ്. അപ്പം മോഡേൺ സ്റ്റേജ് അല്ലെങ്കിൽ മോഡേൺ ഓറിയൻറ്റേഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗ് സ്റ്റേജാണ്. This orientation of marketing was developed in 1970s. The needs and wants of consumers govern the business decision of a marketing-oriented firm. The salient features of marketing orientation are as follows. അപ്പം ഒരു കസ്റ്റമറിൻ്റെ നീഡ്സിനെയും വാൺസിനെയും ബേസ് ചെയ്തിട്ട് മാർക്കറ്റിംഗ് പോകാൻ തുടങ്ങിയത് ഈ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് അല്ല പ്രത്യേകത എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാൺസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി, മാർക്കറ്റിംഗ് റിസർച്ചുകൾ നടത്താൻ തുടങ്ങി, വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ്സ് ലഭിക്കാൻ തുടങ്ങി, അതുപോലെ ഇവാലുവേഷൻ ഓഫ് ദി ബെനിഫിറ്റ് ഓഫ് ദി പ്രോഡക്റ്റ്സ് ടു ദ കസ്റ്റമേഴ്സ്. നമ്മൾ ഇറക്കുന്ന പ്രോഡക്റ്റിന് കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്രത്തോളം പോപ്പുലാരിറ്റി ഉണ്ടെങ്കിൽ അവരുടെ ബെനിഫിറ്റ് എന്താണെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങി. ആഫ്റ്റർ സെയിൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ പ്രോഡക്റ്റിന് പുതിയ ഇന്നോവേഷൻസ് മോഡിഫിക്കേഷൻ വരുത്താൻ തുടങ്ങി. അങ്ങനെ പിന്നെയുള്ള കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ്, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുന്നു. അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഒരു കൂട്ടം ഫീച്ചേഴ്സ് മാർക്കറ്റിംഗ് സ്റ്റേജിൽ വരുമ്പം, അതായത് ഈ മോഡേൺ മാർക്കറ്റിംഗ് സ്റ്റേജിൽ വരുമ്പം വരാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇങ്ങനെ 4 സ്റ്റേജായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് കാണുന്ന മാർക്കറ്റിംഗ് സ്റ്റേജിലോട്ട് വന്നത്. ഫസ്റ്റ് ബാർട്ടർ സിസ്റ്റം ആയിരുന്നു, രണ്ടാമത് പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റേജ് ആയിരുന്നു, മൂന്നാമത് വന്നപ്പോൾ സെയിൽസ് ഓറിയൻറ്റഡായി, നാലാമത് വന്നപ്പോൾ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്ത് കസ്റ്റമേഴ്സിനെ നീഡ്സ് ആൻഡ് വാൺസിനെ ഫോക്കസ് ചെയ്തുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വരാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാനുള്ളത്. ബാക്കി നമുക്ക് ഇമ്പോർട്ടൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ടെക്സ്റ്റ് ഉള്ളവരൊന്ന് വായിച്ച് നോക്കുക. എന്തെങ്കിലും മനസ്സിലാവാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. അപ്പോൾ ഓക്കെ, ഇന്ന് ഇത്ര മതി. ഓക്കെ, താങ്ക് യു.